ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഷാരി എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സരയു കേട്ടോ. സരയു പറയുന്നുണ്ട്, എന്റെ പെറ്റമ്മയായിട്ടുള്ള അവരുണ്ടല്ലോ, അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കണമെന്ന്. കല്യാണി പേടി കൂടാതെ വരുന്ന രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ചന്ദ്രസേനും ചന്ദ്രസേനങ്ങളും രൂപാന്റി നിൽക്കുന്ന അവരുടെ തറവാട്, പിന്നെ എന്റെ അമ്മ നിൽക്കുന്ന വീട്. ആ വീട്ടിലേക്ക് അവൾ പേടി കൂടാതെ ഒറ്റക്ക് വരുമ്പോഴേക്കും കാര്യം നടത്തണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ഷാരി ചോദിക്കുന്നുണ്ട്, താര അതുപോലെ ചെയ്യോ മോളെ? ചെയ്തില്ലെങ്കിൽ അമ്മയും മോളും തമ്മിലുള്ള ബന്ധം പോകുമെന്ന് വരെ ഞാൻ അവർക്ക് പറഞ്ഞു. അവര് ചെയ്യുമായിരിക്കുമെന്ന ഞാൻ പ്രതീക്ഷിക്കണത് എന്ന് പറയാണ്. മോളെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിരണിന് നിനക്ക് കിട്ടുമെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്. കിരൺ തീർച്ചയായിട്ടും എന്നെ വിവാഹം കഴിക്കും. അമ്മക്കറിയാലോ, സ്നേഹത്തിന് മുമ്പിൽ അടിയറവ് പറയുന്നവനാ കിരൺ. അവന് ആകെ നമുക്ക് മയക്കി വീഴ്ത്താൻ പറ്റുന്നത് സ്നേഹത്തിന് മുൻപിൽ മാത്രമാണ്. അത് ഞാൻ എന്തായാലും ചെയ്തോളാം. പിന്നെ എന്റെ പേരിലുണ്ടായ ആ ഒരു കമ്പനി അത് എന്റെ പേരിൽ തന്നെയാകും. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാ ആ കമ്പനി. അതെന്റെ പേരിലാവുമ്പോ അച്ഛന്റെ ആത്മാവ് എവിടെയാണെങ്കിലും സന്തോഷിക്കത്തല്ലേ ഉള്ളൂ. മോളുടെ അച്ഛനെ കൊന്നവനാ കിരൺ. എനിക്കറിയാമേ, അച്ഛനെ കൊന്നവനാ തന്നെയാ കിരൺ. അതുകൊണ്ടാണല്ലോ അവന്റെ പ്രിയപ്പെട്ടവളെ കൊന്നിട്ട് അവന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നത് എന്ന് പറയാണ്. എന്താണെങ്കിലും നോക്കിയും കണ്ടും ചെയ്യണം മോളെ, എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഞാൻ ആ കല്യാണി അവള് മരിച്ചാൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ കിരണിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കും. എനിക്കും കിരണിനും ഒരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറയുന്ന വരക്കുള്ളിൽ തന്നെ അവൻ നിൽക്കും. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയണം. അത് കേട്ടിട്ട് നമ്മുടെ ഷാരി സമാധാനത്തോടെ നിൽക്കാണ്. സരു അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ചന്ദ്രസേന്റെയും രൂപയുടെയും വീട്ടിലേക്കാട്ടോ. അവിടെയാണെങ്കിൽ ചന്ദ്രസേന രൂപക്ക് മരുന്നെടുത്ത് കൊടുക്കാണ്. താനിത് മറന്നു അല്ലേ? ഇതൊക്കെ കഴിച്ചിട്ട് എന്തിനാ ചന്ദ്രേട്ടാ? ഇനിയിപ്പോ അധികം നാളെ ജീവിക്കണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. കാണേണ്ട കാഴ്ചകളൊക്കെ ഈ ജീവിതത്തിൽ കണ്ടു കഴിഞ്ഞു. മക്കളൊക്കെ സെറ്റിലായി, കൊച്ചുമക്കളെയും കണ്ടു. ഇനിയിപ്പോ ജീവിതം എപ്പോ തീരണമെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞിട്ടാ ഞാൻ നിൽക്കണത്. എടോ, അങ്ങനെ പറയല്ലേ. 10-25 വർഷം നമ്മുടെ നല്ല ജീവിതത്തിന് സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നമ്മൾ ഒന്നിച്ചിട്ട് ആകെ 2-3 വർഷം ആവുന്നുള്ളൂ. നമുക്ക് ഇനി സുഖമായിട്ട് ജീവിക്കണ്ടേടോ. അതുകൊണ്ട് താൻ ഈ മരുന്ന് കഴിച്ചേ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ രൂപ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അവിടേക്ക് സരയു വരുവാട്ടോ. ആഹാ, ഇതാരും സരയോ, വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ സരയു ചന്ദ്രസേന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാരി ചോദിക്കുന്നുണ്ട്, മോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണോ? അതെ ആന്റി, ഹോസ്പിറ്റലിൽ നേരിട്ട് വരുവാ. അവിടെ യാമിനി വന്നിരുന്നല്ലോ. യാമിനി ചേച്ചി വന്നപ്പോഴാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഷാരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വാർഡിലേക്ക് മാറ്റി, മുറിവൊക്കെ കരിയാൻ തുടങ്ങി. ഷാരിക്ക് പിന്നെ ഷുഗർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മുറിവ് കരിഞ്ഞോളും മോളെ എന്ന് നമ്മുടെ രൂപ പറയാട്ടോ. അതിനുശേഷം സാരി പറയുന്നുണ്ട്, ഞാനിപ്പോ വന്നതേ മോളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാ. എവിടേക്കാ എന്ന് ചന്ദ്രസേനൻ ചോദിക്കുമ്പോ, അത് ജയിലിലേക്ക് മോളുടെ അച്ഛനെ മോൾക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. മോളെ, നീ പറയണത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ചന്ദ്രേട്ടാ? അതെ, നീ തന്നെയാണോ മോളി പറയണത്? അതെ, ഞാൻ തന്നെയാണ്. ഇനി അവന്റെ അടുത്ത് നിന്ന് മോളെ മാറ്റി നിർത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാരും പറയണ പോലെ തന്നെ അവൻ ചെയ്ത നന്മ ഒന്ന് കണക്കിലെടുക്കണമല്ലോ. ഞാൻ മാറിയ പോലെ, എന്റെ അമ്മ മാറിയ പോലെ, അതുപോലെ തന്നെ പ്രകാശനും അതുപോലെ തന്നെ അവന്റെ അമ്മയൊക്കെ മാറിയ പോലെ തന്നെ ഞാനും മാറി തുടങ്ങണ ചിന്തിച്ചല്ലേ പറ്റൂ. കല്യാണം കീഴാണെങ്കിൽ എപ്പൊ കണ്ടാലും ഇതേക്കുറിച്ച് തന്നെയാ സംസാരിക്കുന്നത്. അതുകൊണ്ട് മനോഹരമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന കാര്യമൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ മോളെ അവനെ കാണിക്കണിൽ എനിക്ക് വിലക്കൊന്നുമില്ല. അതുകൊണ്ട് മോളെ കാണിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോഴേക്ക് ചന്ദ്രസേന പറയും കേട്ടോ, മോളെ നീ അവനെ ഭർത്താവായിട്ട് കാണണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്നുവെച്ചാൽ അവൻ ചെയ്ത തെറ്റൊന്നും ചെറുതായിട്ട് കാണാലോ കേട്ടോ. അവൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ അത് മാറി ചിന്തിക്കണത് വലിയ കാര്യം തന്നെയാ മോളെ. എനിക്കിപ്പോ അത് മനസ്സിലായി അങ്കിളെ എന്ന് സരയു പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കിരൺ വരുവാണ്. കിരണെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു എഴുന്നേക്കുവാട്ടോ. കിരണിന്റെ അടുത്ത് നമ്മുടെ ചന്ദ്രസേന പറയണം, കിരണെ ഇവളെന്തിനാ വന്നേന്നറിയാവോ? മോളെ കൂട്ടിക്കൊണ്ട് പോവാൻ ജയിലിൽ കിടക്കുന്ന മനോഹരനെ കാണിക്കാനട്ടെ. സത്യമുണ്ടോ സരയു? അപ്പൊ ഞാനും കരീനയൊക്കെ പറഞ്ഞതില് നീ കാര്യത്തിലായിട്ട് എടുത്തു അല്ലേ? അതെ, നിങ്ങളെപ്പോഴും ഇതിനെ കുറിച്ച് പറയുമ്പോ അതിനെക്കുറിച്ച് ആലോചിക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ മോളെയും കൂട്ടിക്കൊണ്ട് ജയിലിൽ പോയിട്ട് അവനെ കാണിച്ചു കൊടുക്കാൻ ചോദിച്ചു. അത് നല്ല കാര്യം എന്ന് പറയാണ്. എന്നാ തന്നെ ഇറങ്ങട്ടെ, സമയവും കുറേയായി വന്നിട്ട്. എന്നാ ശരി സരയു എന്ന് പറയാണ്. അങ്ങനെ സരയു മോളെയും കൂട്ടിക്കൊണ്ട് നേരെ പോണ ജയിലിലേക്കാട്ടോ. സരയുവിന്റെ ആ ഒരു സ്വഭാവം കാണുമ്പോഴേക്കും ചന്ദ്രസേനും രൂപക്കും കിരണയൊക്കെ ഭയങ്കര സന്തോഷമാണ്. സരയു പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രസേന പറയണ്ട്, എന്തായാലും അവളെ കൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. അതെന്നെ വലിയ കാര്യം. ഇനി അവന്റെ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കണം. ഞാൻ അതിനെക്കുറിച്ച് കുറെ പേര് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ ശിക്ഷയുടെ കാലാവധി കുറച്ചിട്ട് അവനെ പുറത്തിറക്കാൻ വേണ്ടി നോക്കണം. അത് മാത്രല്ല,
പരോളും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് നോക്കണം. സരയുടെ ഈ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ പൂർണ്ണമായിട്ട് മനോഹറിനെ സ്വീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെങ്കിലും ഈ മാറ്റം നല്ലതാണ്. മനോഹർ വന്നു കഴിഞ്ഞാലും അവരൊരുമിച്ച് തന്നെ നിൽക്കട്ടെ എന്ന് കിരൺ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം സരയുവാണെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോണം മനോഹറിന്റെ അടുത്തേക്കാട്ടോ. ജയിലിൽ ഇങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും മനോഹർ അവിടേക്ക് ഓടി വരുവാണ്. പെട്ടെന്ന് നോക്കുമ്പോ സരയുവിനെയും കുഞ്ഞിനെ കാണുമ്പോൾ മനോഹർ ഞെട്ടിപ്പോവാണ്. സരയു എന്ന് ചോദിക്കുമ്പോഴേക്കും സരയു ഇങ്ങനെ ചിരിക്കുവാട്ടോ. ഞാൻ കുഞ്ഞു വന്നു എന്ന് പറഞ്ഞപ്പോ കിരൺ സാറോ അല്ലെങ്കിൽ കല്യാണി മേഡോ ആയിരിക്കും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്നെന്നാ വിചാരിച്ച. നീ ആയിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സരയോ. ആ കല്യാണി കിരണൊക്കെ എന്നിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിന്നെ കുഞ്ഞെ കൊണ്ടുവന്ന് കാണിക്കണം, നിന്നോട്ടുള്ള ശത്രുതയൊക്കെ അവസാനിപ്പിക്കണമെന്ന്. നിന്നെ ഭർത്താവായിട്ട് കാണാൻ പറ്റുന്ന പോലെ എനിക്കിപ്പോഴും ആയിട്ടില്ല. പക്ഷെ കുഞ്ഞിന്റെ അച്ഛൻ, അത് നീ തന്നെയാണല്ലോ. ആ ഒരു ഇതിന് അവകാശത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ അതിൽ നിന്ന് മാറ്റില്ല. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും നമ്മൾ തന്നെയാണല്ലോ എന്ന് പറയാണ് സരയു. ഇത് കേട്ട് മനോഹറിന് സന്തോഷമാവാണ്. മനോഹർ പറയുന്നുണ്ട്, ഞാൻ ഒരു കൊള്ളരുതാവായ സമയത്ത് നിന്റെ അച്ഛനും അമ്മയൊക്കെ സത്യങ്ങൾ തിരിച്ചപ്പോ നിന്നെ പറഞ്ഞ അവര് തിരുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അന്നൊന്നും അവരെ തള്ളി പറഞ്ഞിട്ട് നീ എന്റെ കൂടെ നിന്നവളാ സരയോ. ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല. നിന്നെ കാണുമ്പോ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് വിചാരിച്ചതാണ്. അതിന് ഇനിയിപ്പോ പറ്റില്ലല്ലോ, ഞാൻ ജയിലിൽ കിടക്കല്ലേ. പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങിയ ആദ്യം നിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരയണ സരയു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം അത്രമാത്രം നീ എന്നെ സ്നേഹിച്ച ഒരു സമയമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാണ്. സരയു വേണ്ട, അതിനെക്കുറിച്ച് ഇനിയൊന്നും പറയണ്ട, മോളെ കാണിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് എന്ന് പറയാണ്. ആ സമയത്ത് മനോഹർ പറയണട്ടോ, എന്നാലും നീ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. മുമ്പൊക്കെ ഞാൻ മോളെ കാണുന്നത് പറഞ്ഞിട്ട് കിരൺ സാറിനും കല്യാണിക്കൊക്കെ കത്തെഴുതുമായിരുന്നു. ഇനിയിപ്പോ നിനക്ക് നേരിട്ട് കത്തെഴുതാലോ അല്ലേ സരിയോ? എഴുതാം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ സരയുവിന്റെ മനോഹരന് ഭയങ്കര സന്തോഷമാവാട്ടോ. മോളോട് സരയു പറഞ്ഞ മോളെ ദേ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് മറ്റേ സെല്ലില്. മനോഹർ മോളുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. മനോഹർ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ചെറുതാക്കി ഞാൻ പറയല്ല. ഒരുപാട് തെറ്റുകൾ ഞാൻ ആവർത്തിച്ച് പിന്നെയും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും ആ ഒരു പഴയ മനോഹറിലേക്ക് ഞാൻ പോവില്ല സരയു, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരികയാണ്. സരയു പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്, ചതിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ നുണ പറയത്തുമില്ല, കള്ളമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യത്തുമില്ല. കിരണും കല്യാണിയാണ് ഇപ്പൊ എന്നെയും ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വാക്ക് തള്ളി പറയാനും എനിക്ക് സാധിക്കില്ല. എന്തായാലും ഞങ്ങളുടെ സമയം കഴിഞ്ഞു, ഞങ്ങൾ ഇനി പോട്ടെ, വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് സരയു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുവാട്ടോ. ചിരിച്ചിട്ട് തിരിയുമ്പോഴേക്കും സരയുവിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. സരയു വന്ന സന്തോഷത്തിൽ മനോഹർ വേഗം തന്നെ ഈ കാര്യം സന്തോഷത്തെ പ്രകാശിനോട് പറയാൻ വേണ്ടി ഓടുവാണ്. അങ്കിളെ നമ്മുടെ പ്രകാശിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, മോള് വന്നു അല്ലേ? ആരാ കൊണ്ടുവന്നത്? കിരണാണോ കല്യാണിയാണോ മോളെ കൊണ്ടുവന്നത്? ഇവർ രണ്ടുപേരില്ല സരയുവാ. സരയുവോ? അതെ, അവൾക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ടെന്ന് കല്യാണി പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമായി, അവള് ശരിക്കും മാറി അങ്കിളെ. അവൾക്കിപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്നോട് പഴയ ദേഷ്യമൊന്നുമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ പഴയ കല്ലുകടിയില്ല സംസാരത്തിൽ. അത് നന്നായി മോനെ. കാരണം ഇവിടുന്ന് പരോളിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും, നിനക്ക് സരയുവിന്റെ കൂടെ നിൽക്കാലോ. പിന്നെ ജയിലിന് പുറത്തിറങ്ങാൻ നിങ്ങൾക്കൊരു വീടില്ല എന്ന് പറയാണ്. അപ്പോ മനോഹർ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ അത് കിരൺ സാറിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ചന്ദ്രസേനങ്ങളും രൂപാനി നിൽക്കുന്ന വീട്ടിലോ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണി പറഞ്ഞത്. അതേതായാലും നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് അവിടെയൊക്കെ ജയിൽ പുള്ളികൾ കുറെ 2-3 പേരുണ്ട്. അവര് മനോഹറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മനോഹറിന്റെ സന്തോഷമായില്ലേ, ഭാര്യ തന്നെ വന്നു അല്ലേ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട്. അതെ എന്ന് പറയാണ്. അങ്ങനെ ഒരു സന്തോഷത്തോടെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നേട്ടോ. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, ഇതിനൊക്കെ പിന്നിലെ നമ്മുടെ സരയു ആണെന്ന് പറഞ്ഞാൽ സരയു ഇനി കൊല്ലാൻ നടക്കുന്നത് നമ്മുടെ മനോഹർ തന്നെയായിരിക്കും. കൂടെ പ്രകാശനുണ്ടാവും എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.